ഹലോ. അപ്പോൾ മൂന്നാർ ട്രിപ്പിൻ്റെ ഫസ്റ്റ് പാർട്ടിൽ ഞാൻ അവസാനം പറഞ്ഞു നിർത്തിയത് ബ്ലോക്കിനെ കുറിച്ചാണ്. അപ്പോൾ ഞങ്ങൾ മൂന്നാറിൽ നിന്ന് പിന്നെ ഞങ്ങൾ പോയത് ഇരവികുളം നാഷണൽ പാർക്കിലേക്കാണ് കേട്ടോ പോയത്. അവിടെ എത്തിയപ്പോൾ ഭയങ്കര തിരക്കായിരുന്നു. ഒരു വണ്ടി പോലും വയ്ക്കാനുള്ള സ്ഥലം അവിടെ ഉണ്ടായിരുന്നില്ല. അപ്പോൾ അവിടുത്തെ ഒരു എൻട്രി ഫീസ് പറയണത് 800 രൂപയായിരുന്നു. അപ്പോൾ ഞങ്ങൾ അവിടെ കയറിയില്ല. റിട്ടേൺ ഞങ്ങൾ വേറെ ലാക്കും വാട്ടർഫാൾസിലേക്ക് പോയത്. അപ്പോൾ ഇരവികുളം കയറണമെന്ന് ഞങ്ങൾ പ്ലാൻ ഇട്ടിരുന്നു. പക്ഷേ ഒരാൾക്ക് എൻട്രി 800 എന്ന് പറഞ്ഞപ്പോൾ അത് നമുക്ക് മുതലാവില്ല. അങ്ങനെയാണ് ഞങ്ങൾ കേട്ടത് കേട്ടോ. ഇനിയിപ്പോൾ കേട്ടതിൻ്റെ മിസ്റ്റേക്കാണോ ഇനി അതുതന്നെയാണോ അവിടെ എന്നുള്ളത് എനിക്കിപ്പോൾ ഒരു ഡൗട്ട് തോന്നുന്നു. അതുതന്നെ തോന്നുന്നു. അപ്പോൾ എന്തായാലും ഞങ്ങൾ അങ്ങോട്ട് കയറി എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ബ്ലോക്കും കാര്യങ്ങളും അതേപോലെ ഇങ്ങനത്തെ എൻട്രിയും കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ ഞങ്ങൾ നൈസായിട്ട് അവിടെ നിന്ന് ഇറങ്ങി. പിന്നെ ഞങ്ങൾ പറഞ്ഞല്ലോ ലേക്കും വാട്ടർഫാൾസിലേക്ക് വന്നു കഴിഞ്ഞാൽ ലേക്കും വാട്ടർഫാൾസിൽ നമ്മൾ കുറച്ച് നേരം സ്പെൻഡ് ചെയ്തു കേട്ടോ. അഖിലേട്ടനും കുട്ടിയൊക്കെ വെള്ളത്തിലിറങ്ങി. അപ്പോൾ ഞങ്ങൾ വെള്ളത്തിലിറങ്ങിയിട്ടുണ്ടായിരുന്നില്ല. ഞങ്ങൾക്ക് ഡ്രസ്സ് മാറാനുള്ള മടി കൊണ്ട് ഞങ്ങൾ വെള്ളത്തിലിറങ്ങിയില്ല. അപ്പോൾ പോണ വഴിക്ക് ഇവിടെ ഫാമിലി ഫുഡ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ മീനൊക്കെ ഒരുമാതിരി എനിക്ക് കണ്ടപ്പോൾ എനിക്ക് സത്യം പറയുകയാണെങ്കിൽ അത് അറപ്പ് തോന്നിയിട്ട് ഞാൻ അങ്ങനെ കാണാത്തതുകൊണ്ടായിരിക്കും. മസാലയൊക്കെ വേറെ തരത്തിലൊരു മറ്റേ കളർ ചേർത്തിട്ട് മസാല തേച്ച് വെച്ചതൊക്കെ എനിക്ക് പോലെ തോന്നി. അപ്പോൾ ഒരു വൃത്തികെട്ട സ്മെല്ലും ഉണ്ടായിരുന്നു കേട്ടോ. എനിക്ക് ആദ്യമായിട്ട് കാണുന്നതുകൊണ്ടാണാവോ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ എൻട്രിയും ഫീസൊക്കെ എടുത്തിട്ട് അവിടെ കണ്ടൊരു വാഴയാണ് കേട്ടോ ഇത്. എനിക്കതൊരു പ്രത്യേകത തോന്നി. അപ്പോൾ ഞാൻ വീഡിയോ എടുത്താൽ കേട്ടോ. അപ്പോൾ നല്ല ചെടികളൊക്കെ ഉണ്ട് കേട്ടോ. അതുപോലെ ബാത്റൂമും കാര്യങ്ങളൊക്കെ നീറ്റ് തന്നെയാണ്. നമുക്ക് ഡ്രസ്സ് മാറാനുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് അവിടെ. അങ്ങനെ ഞങ്ങൾ കുറച്ച് നേരം വെള്ളത്തിലൊക്കെ കളിച്ച് ഞാൻ ഇറങ്ങി വെള്ളത്തിലേക്ക് കേട്ടോ. പക്ഷെ കുളിച്ചില്ല. അഖിലേട്ടനും കുട്ടിയും ആഷിക്കൊക്കെ കൂടെ വെള്ളത്തിലിറങ്ങി കളിച്ചു. അവിടെ വന്ന എല്ലാ ആൾക്കാരും ആ വെള്ളത്തിൽ കളിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നല്ല തണുത്ത വെള്ളം എന്ന് പറഞ്ഞാൽ നല്ല ഐസും കട്ട പോലത്തെ വെള്ളം, അതുപോലെ നല്ല തെളിനീരും വെള്ളം കേട്ടോ. ആ ചാടുന്ന വെള്ളത്തിന് നല്ല പവറുണ്ട്. അത്ര പവറിലാണ് ആ വെള്ളം വരുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ ആ വീഡിയോ ഒന്ന് എടുത്തതാണ്. വെള്ളത്തിൻ്റെ ആ തെളിനീര് കണ്ടിട്ട് കാണുമ്പോൾ തോന്നും നല്ല രസമാണ്, അത് നല്ല ഫോഴ്സിലല്ല വരുന്നതെന്നൊക്കെ. പക്ഷെ നമുക്ക് അതിൻ്റെ അടിയിൽ പോയി നിന്നാലാണ് അത് ആ വെള്ളത്തിൻ്റെ അത്രയും പവറിൽ വരുന്നത് നമുക്ക് കാണാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാൻ അങ്ങോട്ട് ഇറങ്ങി നിന്നപ്പോൾ ആ ആൾക്കാരെ മേൽ വീഴുന്നത് കണ്ടപ്പോൾ എനിക്കതങ്ങനെ മനസ്സിലായി. പിന്നെ അവനും കൂടെ വെള്ളത്തിൽ കളിയും തിരുമ്പലും കുളിക്കലൊക്കെ ആയി. പിന്നെ നമ്മൾ അവിടെ നിന്ന് പോന്നു. അവിടെ നിന്ന് ഇറങ്ങി നമ്മൾ നേരെ വിട്ടത് പെട്രോൾ പമ്പിലാട്ടോ. എണ്ണ അടിക്കാണ്ടായിരുന്നു. പിന്നെ ടയർ ചെക്ക് ചെയ്യാനുണ്ടായിരുന്നു. പക്ഷെ അവിടെ ചെക്കിങ് ഉണ്ടായിരുന്നില്ല. അവിടെ എത്തിയപ്പോഴത്തേക്കിനും മഴ പെയ്തു. പിന്നെ കുറച്ച് ദൂരം പോയിട്ട് നമ്മളൊരു ഫാമിലി ഹോട്ടൽ കണ്ടപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കാൻ കയറി. നല്ല വിശപ്പുണ്ടായിരുന്നു. ഞങ്ങൾ 1 മണിക്കല്ല ഞങ്ങൾ ഫുഡ് കഴിക്കണം. എനിക്ക് തോന്നുന്നത് ഒരു 3 മണി 2:30 ആയിട്ടുണ്ടാകും ഫുഡ് കഴിക്കുമ്പോൾ. അപ്പോൾ പപ്പടം ഉണ്ടായിരുന്നു, ഉപ്പേരി ഉണ്ടായിരുന്നു, അച്ചാറും കച്ചമ്പറും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അവിയലും ഉണ്ടായിരുന്നു. അപ്പോൾ നല്ലൊരു ഫുഡായിരുന്നു. മീൻ കറി ഉണ്ട്. അതുപോലെ അന്നുണ്ടായിരുന്നത് പരിപ്പ് കറിയായിരുന്നു. ആ പരിപ്പ് കറി കൂട്ടിയിട്ട് നല്ലൊരു ഫുഡ് കഴിച്ചു. പിന്നെ കുറച്ച് നേരം നമ്മളവിടെ റെസ്റ്റ് ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ 10 മിനിറ്റ് നമ്മളവിടെ നിന്നു കേട്ടോ. അപ്പോൾ ഇനി എത്ര ദൂരമുണ്ട്, ഇനി എത്ര എണ്ണ അടിക്കണം എന്നൊക്കെ ഞങ്ങൾ അവിടെ നിന്ന് കൗണ്ട് ചെയ്യായിരുന്നു. അപ്പോൾ ഞാൻ കണ്ടതാണ് നേരെ ഫ്രണ്ടിലൊരു വീട്ടിൽ നല്ല ദൂരത്ത് നിന്ന് കേട്ടോ കാണാം. അപ്പോൾ എനിക്ക് തോന്നിയത് റോസാപ്പൂ പോലെയാണ്. പക്ഷേ റോസാപ്പൂ അല്ല എന്നാണ് തോന്നുന്നത്. അപ്പോൾ നല്ല രസമുണ്ടായിരുന്നു. അപ്പോൾ ഞാനത് സൂം ചെയ്ത് നോക്കിയായിരുന്നു. പിന്നെ മഴയായിരുന്നു, അല്ലെങ്കിൽ ഞാൻ അവിടെ പോയി ചോദിച്ചിരുന്നു. പിന്നെ ഞങ്ങൾ വണ്ടിയിലൊക്കെ കയറി. പിന്നെ അഖിലേട്ടനാണ് വണ്ടി ഓടിച്ചത്. ഫുഡ് കഴിക്കൽ കഴിഞ്ഞാൽ പിന്നെ അഖിലേട്ടൻ വണ്ടി ഓടിക്കാൻ തുടങ്ങി. പിന്നെ വണ്ടി ഓടിക്കാൻ അഖിലേട്ടൻ ഇരുന്ന് കഴിഞ്ഞാൽ അപ്പോൾ ധ്രുവപ്പനും കൂടെ ഇരിക്കണം. അങ്ങനെ ഒരു സീനുണ്ട്. അപ്പോൾ നമുക്ക് വണ്ടി ഓടിക്കാൻ പേടിയാണ്. ഇനിയിപ്പോൾ എന്തെങ്കിലും സംഭവിച്ചാലോ എന്ന് വിചാരിച്ചിട്ട് നമ്മളങ്ങനെ അഖിലേട്ടൻ കുട്ടി ഉറങ്ങുമ്പോഴാണ് പിന്നെ വണ്ടി ഓടിക്കുക. പിന്നെ അവൻ നൈസായിട്ട് അങ്ങനെ ഇരുന്ന് സമ്മതിച്ചപ്പോൾ നമ്മൾ പിന്നെ വണ്ടി ഓടിച്ചു. നമ്മൾ പോകുമ്പോൾ രാത്രി ഒരു 10 മണി ആകുമ്പോഴാണ് നമ്മൾ ഇറങ്ങിയത്. അന്നേരം ബ്ലോക്കും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ റിട്ടേൺ വരുമ്പോൾ എല്ലായിടത്തും ബ്ലോക്കും കാര്യങ്ങളായിരുന്നു കേട്ടോ. അപ്പോൾ തൃശ്ശൂരൊക്കെ കഴിഞ്ഞപ്പോൾ ഒരു തട്ടുകടയിൽ നിന്ന് നമ്മൾ ഫുഡ് കഴിക്കാൻ കയറി. അപ്പോൾ ഞാൻ കഴിച്ചത് പൊറാട്ടയും ചിക്കൻ കറിയായിരുന്നു. അപ്പോൾ അഖിലേട്ടൻ ചപ്പാത്തി, പിന്നെ വിൻസി ദോശ, കുട്ടിക്ക് ഞാൻ ദോശ ഇട്ട് കൊടുത്ത്, പുട്ടും ചിക്കൻ ഫ്രൈയും ആഷിക്കൊക്കെ കഴിച്ചു. അപ്പോൾ നല്ല ഫുഡ് ആയിരുന്നു കേട്ടോ. പിന്നെ കുറച്ച് എരിവ് കൂടുതലായിരുന്നു ചിക്കൻ കറിക്ക്. എന്നാലും നമുക്ക് നല്ല വിശപ്പുണ്ടായിരുന്നു. അതുകൊണ്ട് നമ്മൾ നന്നായിട്ട് ഫുഡൊക്കെ കഴിച്ചു. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ചാനൽ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഓക്കെ, ബൈ.